ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാനും അൺബോക്സിംഗ് സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കാനും പോകുന്നത് നമ്മുടെ ഒരു 100 വാട്ട് മാക്സിമം ഔട്ട്പുട്ട് തരുന്ന ഒരു LED ഡിസ്പ്ലേ കൂടിയ ഒരു USB Type-C കേബിളാണ്. നമ്മുടെ പോർട്രോണിക്സിന്റെ ഒരു കേബിളാണ്. ഓൾമോസ്റ്റ് ഒരു 500 ആ റേഞ്ചിലൊക്കെ നമുക്ക് വരുന്നുള്ളൂ. 2 മീറ്ററിന്റെയാണ്. നമുക്ക് 2 വെർഷൻസ് അവൈലബിൾ ആണ്. 2.2 മീറ്ററിന്റെയും അതുപോലെ തന്നെ 2 മീറ്ററിന്റെയും ഉണ്ട്. അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് 2 മീറ്ററിനെയാണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉപയോഗിക്കാം. ഇതിന്റെ പേര് വരുന്നത് കണക്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ മോഡൽ നെയിം വരുന്നത്. അപ്പൊ ഇതാണ് ബോക്സ് വരുന്നത്. നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് 100 വാട്ട് വരെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരു എൻഡിൽ അതുമ്പോൾ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോക്സ് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടായിരിക്കും. അതാണ് ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ അതിന്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തൊക്കെ എന്തുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ MRP 1290 കൊടുത്തേക്കുന്നത്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ ചൈന തന്നെയാണ്. പിന്നെ 100 വാട്ട് Type-C to Type-C കേബിൾ വിത്ത് LED ഡിസ്പ്ലേ, ഇതാണ് അതിന്റെ പേര് വരുന്നുണ്ടോ. പിന്നെ നമുക്ക് അതിന്റെ മാക്സിമം 5 ആംപിയർ ഔട്ട്പുട്ട് വരുന്നുണ്ട്. നൈറ്റ് ബ്രൈഡഡ് കേബിൾ ആണ്. ഡാറ്റ സിംഗിൾസ് നല്ല ഫാസ്റ്റ് ആണ്. 2 മീറ്റർ ലെങ്ത് വരുന്നത്. ടാങ്കിൾ റെസിസ്റ്റൻസ് ആണ്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. കണ്ടോ, കിടിലൻ ക്വാളിറ്റി തന്നെ പറയാം. അതിന്റെ എൻഡ് ഇപ്പം ഈ എൻഡിലാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു എൻഡ് നമ്മുടെ നോർമൽ സാധാരണ ആണ്. പക്ഷെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു റെഡ് കളറൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ OnePlus-ന്റെ ഒക്കെ അതുപോലെ തന്നെ അതിലൊക്കെ കണ്ടിട്ടില്ലേ ഈ യെല്ലോ കളർ വരുന്നത് Type-C-ന്റെ ഉള്ളിൽ, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളർ ഉണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പോർട്രോണിക്സിന്റെ ബ്രാൻഡിങ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലാണ് ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സൈഡിൽ. അപ്പോൾ എന്നാൽ കറക്റ്റായിട്ട് തന്നെ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതിൽ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ എന്താ പറയുക, ഗൂഗിൾ പിക്സലാണ്. അപ്പം ഞാൻ ഇതിൽ കുത്തി ഇതിലിപ്പോൾ കുത്തിയിട്ടാ ഞാൻ ഒരു പവർ ബാങ്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പരിചയപ്പെട്ട സ്പീക്കറിന്റെ പവർ ബാങ്കാണ്. നമ്മൾ ഇതിൽ ഇനി കുറച്ച് പവർ ബാങ്ക്സുകൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. സേഫ് ആയിട്ടുള്ള നമ്മുടെ ഐഫോൺസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് ഐഫോൺസിന്റെ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 22.5 വാട്ടാണ്. അപ്പോൾ ഞാനിത് കുത്തി ഇവിടെ വന്നു കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ്, റാപ്പിഡ് ചാർജിങ് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു 18 വാട്ട് PD ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20 വാട്ട് മാക്സിമം കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഇഷ്യൂ നല്ല ക്ലാരിറ്റി ഉണ്ട്. 19 വാട്ട് 16 വാട്ട് PD ചാർജിങ് ഒന്നും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു കേബിൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ഐഫോണിൽ കുത്തി കാണിച്ചു തരാം. ഐഫോണിൽ കുത്തി ചാർജ് ആയി തുടങ്ങി. ഇതിൽ 5 വാട്ട് 9 വാട്ടേക്ക് കാണിക്കുന്നത് സ്റ്റാർട്ടിങ്. ഇപ്പോൾ 21 വാട്ടായി കണ്ടു. 21 വാട്ട് എടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും മാക്സിമം ഇതിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് അത്ര തന്നെയുള്ളൂ. 200 തന്നെയുള്ളൂ. മാക്സിമം 20 വാട്ടിൽ വെച്ച് നിൽക്കുന്നുണ്ട്. 20-21 മാക്സിമം ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതെന്തായാലും ചാർജ് കുറവ്. അപ്പോൾ എന്തായാലും നമുക്കത് ചാർജ് ചെയ്തോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കേബിൾ വരുന്നത്. നല്ല ക്വാളിറ്റി കേബിളാണ് കേട്ടോ. കണ്ടു, ബ്രൈഡഡ് കേബിളാണ്. കിടിലൻ സാധനം. ടാങ്കിൾ ഫ്രീ ആണെങ്കിൽ തോന്നുന്നു നല്ല ലാസ്റ്റിംഗ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു കേബിൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മൾട്ടിപ്പിൾ പോർട്സ് വരുന്ന ഒരു സംഭവമായിരുന്നു. അത് കുറച്ച് ദിവസമായി നമ്മൾ പരിചയപ്പെട്ടിട്ട് നമ്മുടെ സ്റ്റഫ് കൂളിൻ്റെ ആയിരുന്നു അത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന സംഭവം തന്നെയായിരുന്നു. അത് ഇവിടെ ഉണ്ട് സാധനം. ഫാസ്റ്റ് ചാർജിങ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു എന്താ പറയുക ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സാധനം തന്നെയാണ് ഈ സാധനം കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം ഇതിന്റെ 1.2 മീറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് 2 മീറ്റർ ആക്കി. എന്തായാലും നമുക്ക് ലെങ്ത് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അതുകൊണ്ട് ഞാൻ 2 മീറ്റർ തന്നെ ആക്കി. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 1.2 മീറ്ററിന് നമുക്ക് 399 രൂപയും നമുക്ക് 2 മീറ്ററിന് 599 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് വേരിങ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രൈസ് കറക്റ്റായിട്ട് എടുത്ത് പറയാത്ത കേട്ടോ. കിടിലൻ സാധനം. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. വേറെ കുറേ ബ്രാൻഡുകളൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം എൻ്റെ പ്രൈസും കൂടുതലാണ്. അപ്പോൾ എന്തായാലും പോർട്രോണിക്സ് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. ഞാൻ എന്തായാലും എന്തെങ്കിലും ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ നമ്മുടെ വെബ്സൈറ്റ് JNB.BankSupport സന്ദർശിക്കാത്തവർ പോയി നോക്കുക. നിങ്ങൾക്ക് അതുപോലെ ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോൺസ് ഒക്കെ നമ്മുടെ റഫറിംഗ് ത്രൂ തന്നെ സെറ്റപ്പിൻ്റെ റഫറിംഗ് ത്രൂ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈസിയായിട്ട് തന്നെ നമുക്ക് അപ്രൂവ് ആവുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.